വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഒബിയിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ മെൻസ്ട്രേഷൻ, അതിന്റെ ഡിഫറെന്റ് ഫേസസ്, അതിന്റെ ഹോർമോണൽ ചേഞ്ചസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആക്ച്വലി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് കുറച്ച് ടേംസ് ആണ്. ടെർമിനോളജി ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് മെൻസ്ട്രേഷൻ, അല്ലെങ്കിൽ ടെർമിനോളജി ദാറ്റ് ഇസ് റിലേറ്റഡ് ടു മെൻസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടെർമിനോളജി ആണ്. പിന്നെ കുറച്ച് നമ്മൾ ഡിസോർഡേഴ്സ് ഓഫ് മെൻസ്ട്രേഷൻ, ഡിസോർഡേഴ്സ് ഓഫ് മെൻസ്ട്രേഷൻ, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരാൻ പോകുന്നത് നിങ്ങളുടെ JPHN എക്സാമിനും അതുപോലെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അതായത് മെൻസ്ട്രേഷൻ, അതിന്റെ ടേംസ്, പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് മെൻസ്ട്രേഷൻ. ആക്ച്വലി പല ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ആ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള കാര്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പോവാം കേട്ടോ. അപ്പം ഐ എം വെൽക്കമിങ് ഓൾ ടു ടുഡേസ് ഡിസ്കഷൻ കേട്ടോ. ഇന്നത്തെ ഡിസ്കഷനിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ദ ടോപ്പിക് ഈസ് റിലേറ്റഡ് ടു ദ ടെർമിനോളജി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മെൻസ്ട്രേഷൻ ആൻഡ് ദ ഡിസോർഡേഴ്സ് ഓഫ് മെൻസ്ട്രേഷൻ. അപ്പോ മെൻസ്ട്രേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ്. സോ ഫസ്റ്റ്, മിഡ് സൈക്കിൾ പെയിൻ ഡ്യൂ ടു റപ്ചർ ഓഫ് ഫോളിക്കിൾ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താണ് പെയിൻ അസോസിയേറ്റഡ് വിത്ത് മെൻസ്ട്രേഷൻ, അല്ലെങ്കിൽ പെയിൻ അസോസിയേറ്റഡ് വിത്ത് ഓവുലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്, സോറി, ഓവുലേഷൻ അല്ല, പെയിൻ അസോസിയേറ്റഡ് വിത്ത് മെൻസ്ട്രേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണത്? ഡിസ്മെനോറിയ അല്ലെ, ഡിസ്മെനോറിയ. സോ ഇവിടെ എന്താണ്, മിഡ് സൈക്കിൾ പെയിൻ ആണ്. അതായത് മെൻസ്ട്രേഷൻ ടൈമിൽ അല്ലെങ്കിൽ അതിന്റെ ഓൺസെറ്റിന്റെ ടൈമിലുള്ള പെയിൻ അല്ല, പകരം മിഡ് സൈക്കിൾ പെയിൻ ഡ്യൂ ടു റപ്ചർ ഓഫ് ഫോളിക്കിൾ, അതായത് ഫോളിക്കുലാർ റപ്ചർ ഉണ്ടാവുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മിഡ് സൈക്കിൾ പെയിൻ. അതിന് നമ്മൾ എന്ത് പറയും? അതിന്റെ പേരാണ് മെറ്റിൽഷ്മേഴ്സ് കേട്ടോ, മെറ്റിൽഷ്മേഴ്സ്. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയും ചോദിക്കാം, പെയിൻ അസോസിയേറ്റഡ് വിത്ത് ഓവുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പെയിൻ കേട്ടോ, അങ്ങനെയും ചോദിക്കാം. എന്താണത്? മെറ്റിൽഷ്മേഴ്സ്. ഇനി വേറൊരു ടേം കൂടെ ഉണ്ട് കേട്ടോ, ഞാനത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. എന്താണ്? ഷ്മൂട്സ്ഡെക്ക്. ഷ്മൂട്സ്ഡെക്ക്, SCHULTMECTZDECK, ഷ്മൂട്സ്ഡെക്ക്. ഓക്കെ, അത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഷ്മൂട്സ്ഡെക്ക് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ചെറിയൊരു ടേം ആണ് ഷ്മൂട്സ്ഡെക്ക്. അപ്പം യെസ്, നമുക്ക് ഒബിയിലേക്ക് തിരികെ വരാം. സോ മിഡ് സൈക്കിൾ പെയിൻ ഡ്യൂ ടു റപ്ചർ ഓഫ് ഫോളിക്കിൾ, അല്ലെങ്കിൽ പെയിൻ അസോസിയേറ്റഡ് വിത്ത് ഓവുലേഷൻ നമ്മൾ പറയുന്നത് മെറ്റിൽഷ്മേഴ്സ് ആണ്. ദെൻ മിഡ് സൈക്കിൾ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കിളിന്റെ നടുക്ക് വെച്ചല്ലേ. അതായത് മിഡ് സൈക്കിൾ ബ്ലീഡിംഗ് നമ്മൾ എന്ത് പറയും? മിറ്റിൽ ബ്ലഡ് അല്ലെങ്കിൽ മിറ്റിൽ സ്പോട്ടിംഗ് എന്ന് പറയാം. മിറ്റിൽ ബ്ലഡ് അല്ലെങ്കിൽ മിറ്റിൽ സ്പോട്ടിംഗ് എന്ന് പറയും. എന്താ? മിഡ് സൈക്കിൾ ബ്ലീഡിംഗ്. നെക്സ്റ്റ്, സ്പോട്ടിംഗ് ഓഫ് ബ്ലഡ് പെർ വജൈന ഡ്യൂ ടു റപ്ചർ ഓഫ് പെരിവാസ്കുലാർ വെസൽസ്. അതായത് പെരിവാസ്കുലാർ വെസൽസിന്റെ റപ്ചർ കാരണം സ്പോട്ടിംഗ് ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് പറയും? മിറ്റിൽ സ്പോട്ടിംഗ് എന്ന് പറയും കേട്ടോ. സോ രണ്ടും ടേം ഒന്നാണ്, മിറ്റിൽ സ്പോട്ടിംഗ്. ഇനി അടുത്ത, മാനേജ്മെന്റ് ഓഫ് മെറ്റിൽഷ്മേഴ്സ് ആൻഡ് മിറ്റിൽ ബ്ലഡ്. മിറ്റിൽ ബ്ലഡിനും മെറ്റിൽഷ്മേഴ്സിനും നമ്മൾ എന്ത് മാനേജ്മെന്റ് കൊടുക്കും? ദ മാനേജ്മെന്റ് ഈസ് റീഅഷുറൻസ്. നമ്മൾ പേഷ്യന്റിനെ റീഅഷുർ ചെയ്ത് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞു വിടും. അതാണ് മാനേജ്മെന്റ് ഓഫ് മെറ്റിൽഷ്മേഴ്സും ആൻഡ് മിറ്റിൽ ബ്ലഡ് കേട്ടോ, മിറ്റിൽ ബ്ലഡ്. നെക്സ്റ്റ്, ഡിസോർഡേഴ്സ് കേട്ടോ. ഡിസോർഡേഴ്സ് ഓഫ് മെൻസ്ട്രേഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് ടേം ആണ് ഒളിഗോമെനോറിയ കേട്ടോ. ഒളിഗോമെനോറിയ ഉണ്ട്, മാറിപ്പോകരുത്. ഒളിഗോമെനോറിയ ഉണ്ട്, ഹൈപ്പോമെനോറിയ ഉണ്ട് കേട്ടോ. ഒളിഗോമെനോറിയ ഉണ്ട്, അതുപോലെ ഹൈപ്പോമെനോറിയ ഉണ്ട്, മാറിപ്പോകരുത്. സോ ഒളിഗോമെനോറിയ എന്ന് പറഞ്ഞാല് ഡിലേഡ് മെൻസസ്. എന്താണ്? മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഡിലേ വരുന്നതിനെയാണ് നമ്മൾ ഒളിഗോമെനോറിയ എന്ന് പറയുക. അതായത് മെൻസസ് ആഫ്റ്റർ 38 ഡേയ്സ്. സാധാരണ നമ്മൾ നോർമലി പറയുക എത്രയാണ്? 28 ഡേയ്സ് സൈക്കിൾ ആണ്, അല്ലെങ്കിൽ അത് മാക്സിമം ഒക്കെ പോയി കഴിഞ്ഞാൽ 30 ഡേയ്സ് പോവായിരിക്കും അല്ലേ. സോ ഇവിടെ മെൻസ്ട്രേഷൻ വരാന് ഡിലേ ഉണ്ടാകും, അല്ലെങ്കിൽ 38 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും മെൻസ്ട്രേഷൻ വരിക. അതിന് നമ്മൾ ഒളിഗോമെനോറിയ എന്ന് പറയും. മോസ്റ്റ് കോമൺ കോസ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഒളിഗോമെനോറിയ എന്താണ്? നമ്മൾ PCOD എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് കേട്ടോ. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നൊക്കെ പറയത്തില്ല. അതാണ് എന്ത്? ഒളിഗോമെനോറിയയുടെ മോസ്റ്റ് കോമൺ കോസ്.
നെക്സ്റ്റ് ഹൈപ്പോമെനോറിയ. ഞാൻ പറഞ്ഞു നേരത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒളിഗോമെനോറിയ. ഇവിടെ എന്താണ്? ഹൈപ്പോമെനോറിയ. എന്താണ്? റെഡ്യൂസ്ഡ് ബ്ലീഡിങ് ആൻഡ് റെഗുലർ സൈക്കിൾ. അതായത് പേഷ്യന്റ് സൈക്കിള് റെഗുലർ ആയിരിക്കും കേട്ടോ. പേഷ്യന്റ് മെൻസ്ട്രൽ സൈക്കിള് റെഗുലർ ആയിരിക്കും, പക്ഷെ ബ്ലീഡിങ്ങിന്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന്റെ ഡേയ്സ് കുറവായിരിക്കും. എന്താണ് ബ്ലീഡിങ്ങിന്റെ അളവ് എന്ന് പറയുമ്പോൾ അത് ലെസ് ദാൻ 5 ml ആയിരിക്കും, ഡേയ്സ് ലെസ് ദാൻ 2 അല്ലെങ്കിൽ 2 days അല്ലെങ്കിൽ ലെസ് ദാൻ 2 days ആയിരിക്കും. അപ്പൊ നോർമലി എത്രയാണ്? നോർമലി ബ്ലീഡിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ അത് 4 to 5 days ആണ് അല്ലെ. 4 to 5 days ആണ് ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുക. നോർമൽ ബ്ലഡ് ലോസ് ഡ്യൂറിങ് എ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എത്രയാണ്? ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ നോർമൽ ബ്ലഡ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് റേഞ്ച് പറയുകയാണെങ്കിൽ 20 to 80 പറയാം കേട്ടോ. 20 to 80 ml പറയാം. അതല്ല ആവറേജ് പറയുകയാണെങ്കിൽ 30 to 40 ml പറയും കേട്ടോ. 30 to 40 ml ആണ് ഒരു ആവറേജ് ബ്ലഡ് ലോസ് ഡ്യൂറിങ് നോർമൽ മെൻസ്ട്രേഷൻ. ഇവിടെ എന്താ സംഭവിക്കുക? ഹൈപ്പോമെനോറിയ ആണ്. റെഗുലർ സൈക്കിളില് ബ്ലീഡിങ് കുറയുന്നു, അളവ് കുറയുന്നു. അപ്പം 5 ml താഴെ വരുന്നു, അല്ലെങ്കിൽ അതിന്റെ ബ്ലീഡിങ് ഡേയ്സ് കുറയുന്നു, 2 ദിവസത്തിന് താഴെ വരുന്നു കേട്ടോ. അതാണ് ഹൈപ്പോമെനോറിയ എന്ന് പറയുക. മോസ്റ്റ് MCC എന്ന് പറഞ്ഞ് പേടിക്കണ്ട, അത് കേട്ടിട്ട് പേടിക്കണ്ട. MCC എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ കോസ് കേട്ടോ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈപ്പോമെനോറിയ എന്താണ്? അഷർമാൻ സിൻഡ്രോം. കേട്ടിട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഷർമാൻ സിൻഡ്രോം എന്താണ്? സ്കാർ ടിഷ്യൂ ഓർ അഡ്ഹഷൻ ഇൻ ദ യൂട്രസ് ഡ്യൂ ടു ട്രോമ. ട്രോമ കാരണം സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുന്നു. എവിടെ? യൂട്രസിൽ. അല്ലെങ്കിൽ അഡ്ഹഷൻ ഉണ്ടാകുന്നു യൂട്രസിൽ കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഷർമാൻ സിൻഡ്രോം. അതായത് നമ്മളൊരു സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞു, അപ്പൊ എന്താ വരുന്നു? അവിടെ ഒരു സ്കാർ വരുന്നു അല്ലെ. സോ അങ്ങനെ സ്കാർ ടിഷ്യൂ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ അഡ്ഹഷൻ ഫോം ടിഷ്യൂസ് തമ്മിൽ ചേർന്നിരിക്കും, അതിനെയാണ് നമ്മൾ അഡ്ഹഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ അഡ്ഹഷൻ അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂ യൂട്രസിൽ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ അഷർമാൻ സിൻഡ്രോം എന്ന് പറയുക. അത് എന്താണ്? മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈപ്പോമെനോറിയ. അതുകൂടാതെ OCP അറിയാം അല്ലെ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ യൂസ് ചെയ്യുന്നതും ഹൈപ്പോമെനോറിയക്ക് ഒരു മോസ്റ്റ് കോമൺ കോസ് ആണ്. ദെൻ അഗെയിൻ മോസ്റ്റ് കോമൺ കോസ് ഓഫ് അഷർമാൻ സിൻഡ്രോം കേട്ടോ. അഷർമാൻ സിൻഡ്രോമിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്താണ്? പോസ്റ്റ് പാർട്ടം കിറിട്ടേജ്. അതായത് ഇതെന്താണ്? പോസ്റ്റ് പാർട്ടം പീരീഡില് കിറിട്ടേജ് ചെയ്യുകയാണെങ്കിൽ അതാണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് അഷർമാൻ സിൻഡ്രോം എന്ന് പറയാം. അപ്പൊ നമുക്ക് കുറെ ആൻസേഴ്സ് കിട്ടിയല്ലേ ഇവിടെ. എന്താണ്? ഹൈപ്പോമെനോറിയ റെഡ്യൂസ്ഡ് ബ്ലീഡിംഗ് ആണ് റെഗുലർ സൈക്കിൾ, ലെസ് ദാൻ 5 ml അല്ലെങ്കിൽ 2 days. ദെൻ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹൈപ്പോമെനോറിയ അഷർമാൻ സിൻഡ്രോം. മോസ്റ്റ് കോമൺ കോസ് ഓഫ് അഷർമാൻ സിൻഡ്രോം എന്താണ്? പോസ്റ്റ് പാർട്ടം കിറിട്ടേജ്. എഴുതി വെച്ച് തന്നെ പഠിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ടെർമിനോളജി ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഡിസോർഡർ ഓഫ് മെൻസ്ട്രുവേഷൻ നമ്മൾ പഠിക്കുന്നതാണ് പോളിമെനോറിയ കേട്ടോ. പോളിമെനോറിയ അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്. എന്താണ്? എപ്പിമെനോറിയ കേട്ടോ. പോളിമെനോറിയ അല്ലെങ്കിൽ എപ്പിമെനോറിയ. എന്താണിത്? ഏർലി ഫ്രീക്വന്റ് മെൻസസ് കേട്ടോ. ഏർലി ഫ്രീക്വന്റ് മെൻസസിനാണ് നമ്മൾ പോളിമെനോറിയ എന്ന് പറയുക. തെറ്റിപ്പോരുത്. അല്ലെങ്കിൽ എപ്പിമെനോറിയ ഏർലി, അതായത് മെൻസ്ട്രുവേഷൻ പെട്ടെന്ന് വരും. അതായത് എന്താണ്? മെൻസസ് ബിഫോർ 24 days, അതായത് മെൻസ്ട്രുവേഷൻ 24 daysന് മുന്നേ വരും. അതിനാണ് പോളിമെനോറിയ അല്ലെങ്കിൽ എപ്പിമെനോറിയ എന്ന് പറയുക. മോസ്റ്റ് കോമൺ കോസ് എന്താണ്? PID. എന്താണ് PID? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അല്ലെ. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് എപ്പിമെനോറിയ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ഡിസോർഡർ ആണ് എന്ത്? മെനോറേജിയ അല്ലെങ്കിൽ ഹൈപ്പർ മെനോറിയ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. മെനോറേജിയ അല്ലെങ്കിൽ ഹൈപ്പർ മെനോറിയ എന്താണ്? എക്സസീവ് മെൻസസ്, മെൻസ്ട്രുവേഷന്റെ അളവ് കൂടുന്നു. അപ്പൊ എന്താണ്? എമൗണ്ട് ഓഫ് ബ്ലഡ് എത്രയാ പോവുക? മോർ ദാൻ 80 ml. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, 20 to 80 ml. ആവറേജ് പറയുന്നത് 30 to 40 ml ഒക്കെ പറയുന്നിടത്ത് ഇവിടെ എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ് എത്രയാണ്? മോർ ദാൻ 80 ml. ഡ്യൂറേഷൻ ഓഫ് ബ്ലഡ് ലോസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫേസ് മോർ ദാൻ 8 days, 8 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കും കേട്ടോ. ഡ്യൂറേഷൻ ഓഫ് ബ്ലഡ് ലോസ് മോർ ദാൻ 8 days. എവിടെയാണ്? മെനോറേജിയ അല്ലെങ്കിൽ ഹൈപ്പർ മെനോറിയ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെനോറേജിയ എന്താണ്? ഫൈബ്രോയിഡ് യൂട്രസ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് കേട്ടോ. യൂട്രൈൻ ഫൈബ്രോയിഡ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെനോറേജിയ അല്ലെങ്കിൽ ഹൈപ്പർ മെനോറിയ എന്ന് പറയുക. നെക്സ്റ്റ് ഫിഫ്ത്ത് ഡിസോർഡർ ആണ്. എന്താണ്? മെട്രോറേജിയ. മെട്രോ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? മെട്രോ ട്രെയിൻ അല്ലെ. മെട്രോ ട്രെയിൻ
മെട്രോ ട്രെയിൻ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ എന്താണ് ഇത്? ഇറഗുലർ ബ്ലീഡിങ്. അങ്ങനെ നമ്മൾ ഓർത്തിരിക്കും. മെട്രോ ട്രെയിൻ അതിന്റെ പാളം തെറ്റിപ്പോയി എന്ന് ഓർത്തിരുന്നാൽ മതി. മെട്രോളജി എന്താണ്? ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് കേട്ടോ. ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്, റെഗുലർ അല്ല. ഇറഗുലർ ബ്ലീഡിംഗിനാണ് നമ്മൾ മെട്രോറേജിയ എന്ന് പറയുക. മോസ്റ്റ് കോമൺ കോസ് എന്താണ്? ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് കേട്ടോ. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെട്രോറേജിയ. എന്താണ് മെട്രോറേജിയ? ഇറഗുലർ ബ്ലീഡിംഗ് കേട്ടോ. ഇറഗുലർ ബ്ലീഡിംഗിനാണ് നമ്മൾ മെട്രോറേജിയ എന്ന് പറയുക. നെക്സ്റ്റ് ഡിസോർഡർ എന്താണ്? മെനോമെട്രോറിയ കേട്ടോ. മെട്രോറിയ. എന്താണ് മെനോമെട്രോറിയ അല്ലെങ്കിൽ മെട്രോർജിയ? എക്സസീവ് ആൻഡ് ഇറഗുലർ ബ്ലീഡിംഗ്. അതായത് മെൻസുറേഷൻ എക്സസീവ് ആയിട്ട് വരുന്നു, അതുകൂടാതെ സൈക്കിളും ഇറഗുലർ ആണ് കേട്ടോ. എക്സസീവ് ഇറഗുലർ ബ്ലീഡിംഗ് ആണ് നമ്മൾ മെനോമെട്രോറേജിയ എന്ന് പറയുക. മെനോമെട്രോറേജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസീവ് ഇറഗുലർ ബ്ലീഡിംഗ്. മോസ്റ്റ് കോമൺ കോസ് എന്താണ്? അൾസറേറ്റഡ് ഫൈബ്രോയിഡ് പോളിപ്പ് കേട്ടോ. അൾസറേറ്റഡ് ഫൈബ്രോയിഡ് പോളിപ്പ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെനോമെട്രോറേജിയ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഡിസോർഡർ ആണ് പ്രൈമറി ഡിസ്മെനോറിയ. എന്താണ് പ്രൈമറി ഡിസ്മെനോറിയ? അതായത് ഡിസ്മെനോറിയ ഞാൻ ആദ്യമേ പറയും, നമുക്കറിയാം അല്ലേ എന്തായത്? അതായത് പെയിൻഫുൾ അല്ലെങ്കിൽ പെയിൻഫുൾ മെൻസുറേഷൻ അല്ലെങ്കിൽ പെയിൻ അസോസിയേറ്റഡ് വിത്ത് മെൻസുറേഷൻ ആണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇതൊരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. പെയിൻ ഡ്യൂറിങ് മെൻസസ് വിത്തൗട്ട് ഓർഗാനിക് പെൽവിക് പത്തോളജി. അതായത് പേഷ്യന്റിന് പെൽവിക് പത്തോളജി ഒന്നും ഇല്ലാതെ തന്നെ പെയിൻ ഉണ്ടാകുന്നു എപ്പോ? മെൻസുറേഷന്റെ സമയത്ത്. അതിനാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുക. മോസ്റ്റ് കോമൺ കോസ് എന്താണ്? ജനറ്റിക് ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ പ്രൈമറി ഡിസ്മെനോറിയ എന്താണ്? മെഫനാമിക് ആസിഡ് അല്ലെങ്കിൽ നമ്മൾ മെഫ്റ്റാൾ എന്നൊക്കെ പറയത്തില്ല, അതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ പ്രൈമറി ഡിസ്മെനോറിയ. നെക്സ്റ്റ് സെക്കൻഡറി ഡിസ്മെനോറിയ. സെക്കൻഡറി ഡിസ്മെനോറിയ എന്താണ്? ഡിസ്മെനോറിയ വിത്ത് ഓർഗാനിക് പെൽവിക് പത്തോളജി. അതായത് ഡിസ്മെനോറിയ പേഷ്യന്റ് ഉണ്ടാകുന്നുണ്ട്, പെയിൻഫുൾ മെൻസുറേഷൻ ഉണ്ടാകുന്നുണ്ട് വിത്ത് എന്താണ്? വിത്ത് ഓർഗാനിക് പെൽവിക് പത്തോളജി. എന്തെങ്കിലും പെൽവിക് പത്തോളജിയുടെ കാരണത്താൽ പേഷ്യന്റിന് ഡിസ്മെനോറിയ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ കോസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? എൻഡോമെട്രിയോസിസ്. ഈ എൻഡോമെട്രിയോസിസ് ആസ് സച്ച് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിക്കും ഗൈനക്കോളജിയിൽ. സോ എൻഡോമെട്രിയോസിസ് ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെക്കൻഡറി ഡിസ്മെനോറിയ എന്താണ്? എൻഡോമെട്രിയോസിസ്. എന്താണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുക? അതായത് ഫങ്ഷണൽ എൻഡോമെട്രിയം യൂട്രസിന്റെ പുറത്ത്, ഔട്ട്സൈഡ് യൂട്രസ് കാണുന്നതിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് കേട്ടോ. എൻഡോമെട്രിയോസിസ് എന്ന് പറയുക. നെക്സ്റ്റ് ഡിസോർഡർ ആണ് ക്രിപ്റ്റോമെനോറിയ. ക്രിപ്റ്റോ കറൻസി എന്ന് കേട്ടിട്ടുള്ളൂ. എന്താണ് ക്രിപ്റ്റോമെനോറിയ? ഹിഡൻ പീരീഡ് കേട്ടോ. പീരീഡ്സ് ഹൈഡ് ആകും അല്ലെങ്കിൽ ഹിഡൻ പീരീഡ്സിനാണ് നമ്മൾ ക്രിപ്റ്റോമെനോറിയ എന്ന് പറയുക. മോസ്റ്റ് കോമൺ കോസ് എന്താണ്? ഇംപെർഫറേറ്റ് ഹൈമൻ പെർഫറേഷൻ ഉണ്ടാകാതിരിക്കുന്നതാണ് ഇംപെർഫറേറ്റ് ഹൈമൻ. സോ ഈ ക്രിപ്റ്റോമെനോറിയയ്ക്ക് മോസ്റ്റ് കോമൺ കോസ് എന്താണ്? ഇംപെർഫറേറ്റ് ഹൈമൻ. നെക്സ്റ്റ് ഡിസോർഡർ ആണ് അമനോറിയ. എല്ലാവർക്കും അറിയാല്ലേ എന്താണ് അമനോറിയ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് മെൻസുറേഷൻ അല്ലേ? സോ ഇവിടെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. മിസ്സിംഗ് 3 റെഗുലർ സൈക്കിൾ. റെഗുലർ സൈക്കിൾ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ 3 റെഗുലർ സൈക്കിൾ മിസ് ആകുന്നു. അല്ലെങ്കിൽ നോ പീരീഡ്സ് ഫോർ 6 months. 6 മാസത്തേക്ക് മെൻസുറേഷൻ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പീരീഡ്സ് ഉണ്ടാകുന്നില്ല. അതിന് നമ്മൾ എന്ത് പറയും? അമനോറിയ എന്ന് പറയും കേട്ടോ. അമനോറിയ. അപ്പം ക്രിപ്റ്റോമെനോറിയ എന്താണ്? ഹിഡൻ പീരീഡ്സ്. ദെൻ അമനോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്സിംഗ് 3 റെഗുലർ സൈക്കിൾസ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അമനോറിയ എന്ന് പറയുക. നെക്സ്റ്റ് ഫിസിയോളജിക് അമനോറിയ. എന്താണ് ഫിസിയോളജിക് അമനോറിയ? അതായത് കോമൺലി നമ്മള് ഇത് എപ്പോഴാണ് കാണുക? ചില സമയങ്ങളിൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഫീമെയിൽസ് എന്ത് പറ്റും? മെൻസുറേഷൻ നടക്കാതെ വരും അല്ലെ? സോ അത് എന്താണ്? ഡ്യൂ ടു ഫിസിയോളജിക്കൽ കോസ്. നമ്മുടെ ശാരീരികപരമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ മെൻസുറേഷൻ നടക്കാതിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിയോളജിക് അമനോറിയ. അതായത് അമനോറിയ occurred ഡ്യൂ ടു എനി ഫിസിയോളജിക്കൽ റീസൺ കേട്ടോ. അതിനാണ് നമ്മൾ ഫിസിയോളജിക് അമനോറിയ എന്ന് പറയുക. സീൻ ഇൻ ഓൺസെറ്റ് ഓഫ് പ്യൂബേർട്ടി. അതായത് പ്യൂബേർട്ടിയുടെ ഓൺസെറ്റില് അല്ലെങ്കിൽ ലാക്ടേഷൻ കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മള് അമ്മ മുലയൂട്ടുന്ന സമയത്ത് അമനോറിയ ഉണ്ടാവില്ല. സോ അത് ഫിസിയോളജിക് അമനോറിയക്ക് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പ്രൈമറി അമനോറിയ. എന്താണ്? ഫെയിലുവർ ഓഫ് ഓൺസെറ്റ് ഓഫ് മെൻസുറേഷൻ ബിയോണ്ട് ദ ഏജ് ഓഫ് 15 years. 15 വയസ്സായിട്ടും മെൻസുറേഷന്റെ ഓൺസെറ്റ് വന്നിട്ടില്ല കേട്ടോ. അതായത് മെൻസുറൽ സൈക്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല 15 വയസ്സ് കഴിഞ്ഞിട്ടും. അതിന് നമ്മൾ എന്ത് പറയും? പ്രൈമറി അമനോറിയ എന്ന് പറയും. മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രൈമറി അമനോറിയ എന്താണ്? ടേണർ സിൻഡ്രോം കേട്ടോ. ടേണർ സിൻഡ്രോം ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ്
പ്രൈമറി അമനോറിയ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രൈമറി അമനോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേണർ സിൻഡ്രോം. അപ്പൊ എന്താണ് ടേണർ സിൻഡ്രോം? ടേണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു ജനറ്റിക് അബ്നോർമാലിറ്റി ആണ്, അതൊരു ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ്. ഈ കുഞ്ഞിന് എന്താണ്? കുഞ്ഞിന് ഒരു എക്സ് ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ അല്ലെ, അതായത് 44X0 അല്ലെ, അതായത് ഒരു എക്സ് ക്രോമസോം പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേണർ സിൻഡ്രോം ബേബി എന്ന് പറയുക അല്ലെ, ടേണർ സിൻഡ്രോം ബേബി എന്ന് പറയുക. നെക്സ്റ്റ് സെക്കൻഡറി അമനോറിയ. എന്താണ് സെക്കൻഡറി അമനോറിയ എന്ന് പറയുക? അതായത് അമനോറിയ that will occur due to any other causes. എന്താണ്? ഫെയിലർ ഓഫ് മെൻസ്ട്രുവേഷൻ ഫോർ 6 months ആഫ്റ്റർ നോർമൽ പീരീഡ്സ്. അതായത് നോർമൽ പീരീഡ്സ് ആയിരുന്നു പേഷ്യന്റിന്, പക്ഷേ 6 മാസത്തിൽ കൂടുതൽ മെൻസ്ട്രുവേഷൻ നടക്കുന്നില്ല. അതിന് നമ്മൾ എന്ത് പറയും? സെക്കൻഡറി അമനോറിയ. സെക്കൻഡറി അമനോറിയ എന്ന് പറയും. മോസ്റ്റ് കോമൺ കോസ് എന്താണ്? പ്രഗ്നൻസി കേട്ടോ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെക്കൻഡറി അമനോറിയ എന്താണ്? പ്രഗ്നൻസി. നെക്സ്റ്റ് 14th ഡിസോർഡർ എന്താണ്? വികാരിയസ് മെൻസ്ട്രുവേഷൻ. എന്താണ് വികാരിയസ് മെൻസ്ട്രുവേഷൻ? സൈക്ലിക്കൽ ബ്ലീഡിംഗ് ഔട്ട്സൈഡ് ദ യൂട്രൈൻ കാവിറ്റി. യൂട്രൈൻ കാവിറ്റിയുടെ പുറത്തു നിന്ന് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വികാരിയസ് കേട്ടോ. വികാരിയസ് മെൻസ്ട്രുവേഷൻ, അതായത് സൈക്ലിക്കൽ ബ്ലീഡിംഗ് ഔട്ട്സൈഡ് ദ യൂട്രൈൻ കാവിറ്റി, അതിനാണ് നമ്മൾ വികാരിയസ് ബ്ലീഡിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് പിന്നെയും ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ക്ലൈമാക്ട്രിക്. എന്താണ് ക്ലൈമാക്ട്രിക്? ക്ലൈമാക്ട്രിക് എന്നൊക്കെ പറയുക പീരീഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ഡിക്ലൈൻ ഇൻ ഓവേറിയൻ ആക്ടിവിറ്റി. അതായത് ഓവേറിയൻ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നു കേട്ടോ. ക്ലിമാക്ട്രിക്കിൽ എന്ത് സംഭവിക്കുന്നു? ഓവേറിയൻ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ഇതൊരു ട്രാൻസിഷണൽ ഫേസ് ആണ്. എന്താണ്? റിഫേഴ്സ് ടു എ ട്രാൻസിഷണൽ ഫേസ്, അതായത് ഒരു ചേഞ്ചിങ് ഫേസ് ആണ് ഇൻ എ വിമൻസ് ലൈഫ്, മാർക്കിംഗ് ദ ട്രാൻസിഷൻ ഫ്രം റിപ്രൊഡക്റ്റീവ് ടു നോൺ റിപ്രൊഡക്റ്റീവ് സ്റ്റേജ് അല്ലെ. അതായത് ഒരു സ്ത്രീ അവരുടെ റിപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ നിന്ന് നോൺ റിപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്തെ നമ്മൾ എന്ത് പറയും? ക്ലിമാക്ട്രിക് എന്ന് പറയും. എൻകോംപോസസ് പെരിമെനോപോസ്, മെനോപോസ് ആൻഡ് ദ പോസ്റ്റ് മെനോപോസൽ പീരീഡ്. അതായത് മെനോപോസിന് അടുത്തുള്ള സമയം, മെനോപോസിന്റെ സമയം, ആഫ്റ്റർ മെനോപോസ്. സോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന സ്റ്റേറ്റ് ആണ് നമ്മൾ എന്താ? ക്ലിമാക്ട്രിക് എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. റിഫേഴ്സ് ടു ദ ട്രാൻസിഷണൽ ചേഞ്ച്, അതായത് ഒരു ട്രാൻസിഷണൽ ഫേസ്, അതായത് ചേഞ്ചിങ് ഫേസ് ആണ് ഇൻ എ വുമൻസ് ലൈഫ്, മാർക്കിംഗ് ദ ട്രാൻസിഷൻ ഫ്രം റിപ്രൊഡക്റ്റീവ് ടു നോൺ റിപ്രൊഡക്റ്റീവ് സ്റ്റേറ്റ്. അതിനാണ് നമ്മൾ ക്ലിമാക്ട്രിക് എന്ന് പറയുക കേട്ടോ. ക്ലിമാക്ട്രിക്. സോ നെക്സ്റ്റ് ഈ മെനോപോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് അല്ലെങ്കിൽ കുറച്ച് ടെർമിനോളജീസും അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഏർലിയസ്റ്റ് മെനോപോസൽ സിംറ്റം, അതായത് മെനോപോസ് അറിയാലോ എന്താണ്? സെസേഷൻ ഓഫ് മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ എൻഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുക. അപ്പം ഏർലിയസ്റ്റ് മെനോപോസൽ ഇമ്പോർട്ടന്റ് ആണ്. ഏർലിയസ്റ്റ്, അതായത് മെനോപോസ് ഉണ്ടാകുമ്പോൾ ഏർലിയസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന മെനോപോസൽ സിംറ്റം എന്താണ്? ഹോട്ട് ഫ്ലാഷസ് കേട്ടോ. ഹോട്ട് ഫ്ലാഷസ് ഇമ്പോർട്ടന്റ് ആണ്. ഹോട്ട് ഫ്ലാഷസ്. അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? ടിബലോൺ കേട്ടോ. ടിബലോൺ ആണ് ഈ ഹോട്ട് ഫ്ലാഷസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. നെക്സ്റ്റ് ആവറേജ് മെനോപോസൽ ഏജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആവറേജ് മെനോപോസൽ ഏജ് എത്രയാണ്? 47 ഇയേഴ്സ് കേട്ടോ. 47 ഇയേഴ്സ് ആണ് ആവറേജ് മെനോപോസൽ ഏജ് ഇൻ ഇന്ത്യ. ഇന്റർനാഷണലി ആണെങ്കിലോ അത് 51 വയസ്സാണ്, 51 ഇയേഴ്സ് ആണ്. ദെൻ പ്രിമച്വർ മെനോപോസ്. എന്താണ് പ്രിമച്വർ മെനോപോസ് എന്ന് പറയുക? ഇഫ് ദ വുമൺ അറ്റൈൻസ് മെനോപോസ് ബിഫോർ 40 ഇയേഴ്സ്, 40 വയസ്സിന് ഉള്ളിൽ കേട്ടോ, 40 വയസ്സിനകം ഒരു സ്ത്രീ മെനോപോസ് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പ്രീമച്വർ മെനോപോസ് എന്ന് പറയും. നെക്സ്റ്റ് ആഫ്റ്റർ മെനോപോസ് FSH ഇൻക്രീസ്. ഇമ്പോർട്ടന്റ് ആണ്. മെനോപോസ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നു, അതേസമയം ഈസ്ട്രജൻ ഡിക്രീസ് ചെയ്യുന്നു കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ആഫ്റ്റർ മെനോപോസ് FSH increase and estrogen is decreased. Then in menopausal state, FSH levels എന്ത് ചെയ്യുന്നു? are more than 40 international units per ml. അതായത് മെനോപോസൽ സ്റ്റേറ്റിലെ FSH ലെവൽസ് കൂടുന്നു, more than 40 international units per ml ആകുന്നു. നെക്സ്റ്റ് ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സർജിക്കൽ മെനോപോസ് ഈസ് ബൈ
ബൈലാറ്ററൽ ഊഫ്രക്ടമി. അതായത് സർജിക്കൽ മെനോപോസ് ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? ബൈലാറ്ററൽ ഊഫ്രക്ടമി. എന്താണ് ഊഫ്രക്ടമി? അതായത് സർജിക്കൽ റിമൂവൽ ഓഫ് ഓവറി അല്ലെ, ഓവറിയെ സർജിക്കലി റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഊഫ്രക്ടമി എന്ന് പറയുക. അപ്പൊ ബൈലാറ്ററൽ ഊഫ്രക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡുമുള്ള ഓവറിയെ സർജിക്കലി റിമൂവ് ചെയ്യുന്നു. സോ അതാണ് എന്ത്? സർജിക്കൽ മെനോപോസ് അറ്റൈൻ ചെയ്യാനുള്ള റീസൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് നമ്മുടെ മെൻസ്ട്രുവേഷന്റെ ഡിസോർഡേഴ്സ്, അതിന്റെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മെൻസ്ട്രുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ ഈ മെനോപോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ വളരെ നന്നായിട്ട് കേട്ടോ, വളരെ നന്നായിട്ട് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ നന്നായിട്ട് പഠിക്കാം.